നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നാളെ ഡിസംബർ 23 ദേശീയ കർഷക ദിനമാണ്. നമുക്ക് ദിനവിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ വാർത്താ ചാനൽ 2 വർഷം പൂർത്തിയാവുകയാണ്. ഇനി 3-ാം വർഷത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇതുവരെ ഞങ്ങളോടൊപ്പം നിന്ന ഒരുപാട് പേരുണ്ട്. കാരണം കൃത്യമായി എല്ലാ ദിവസവും വാർത്ത മുഴുവനായി കാണുകയും അഭിപ്രായം പറയുകയും ചെയ്ത കുറേയധികം സുഹൃത്തുക്കൾ, കുറേയധികം ബന്ധുക്കൾ, മിത്രങ്ങൾ എല്ലാം ഉണ്ട്. അവരോട് ഞങ്ങൾ പ്രത്യേകം സ്നേഹവും നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അപ്പം പുതുവർഷത്തിൽ 3-ാം വർഷത്തിൽ കുറച്ച് പുതിയ മാറ്റങ്ങൾ, കാലത്തിനോടൊപ്പം കുറച്ചുകൂടി സ്പീഡിൽ സഞ്ചരിക്കാൻ ഞങ്ങളും ശ്രമം നടത്തുകയാണ്. പുതിയ പങ്ക്തികൾ ചേർക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നു. പുതിയ രീതികൾ ആവിഷ്കരിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നു. അതിൻ്റെയൊക്കെ അണിയറ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ. നിങ്ങൾ കുറച്ചുകൂടി ഞങ്ങളോട് സൗഹൃദവും സ്നേഹവും ഒക്കെ കാണിക്കുക. കുറച്ചുകൂടി വാർത്തകൾ, ഞങ്ങളിത് ഈ മാറ്റം വരുന്നു എന്ന് പറയുമ്പോൾ, പുതിയ ട്രെൻഡിനോടൊപ്പം പോകുന്നു എന്ന് പറയുമ്പോൾ, മാധ്യമ നൈതികതയിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതല്ല, സത്യസന്ധവും നീതിയുക്തവും സാമൂഹ്യ മാറ്റത്തിന് അനുസൃതമായ വാർത്തകൾ നൽകുക എന്നുള്ളത് തന്നെയാണ് നാട്ടുവട്ടത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും. അതിൽ നിന്ന് വ്യതിചലിക്കാതെ, എന്നാൽ കാലത്തിനോടൊപ്പം സഞ്ചരിക്കാൻ വേഗതയോടൊപ്പം ഓടിയെത്താൻ ഞങ്ങളും ഒരു പുതിയ ശ്രമം നടത്തുകയാണ്. അതിൽ നിങ്ങളുടെ കൂടി പങ്കാളിത്തം വളരെ അനിവാര്യമാണ്. ഞങ്ങളോട് നിങ്ങൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയും വാർത്തകളും വിശേഷങ്ങളും അറിയിക്കുകയും വേണം. ഞങ്ങളുടെ മാറ്റങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ നിശ്ചിതമായ അഭിപ്രായങ്ങളും അറിയിക്കണം. നമുക്കിനി ദിനവിശേഷങ്ങൾ നോക്കാം. നാളെ ഡിസംബർ 23 ദേശീയ കർഷക ദിനം, കിസാൻ ദിവസ്, നാഷണൽ ഫാമേഴ്സ് ഡേ. ജനസംഖ്യാ വർധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന തോമസ് റോബർട്ട് മാൽത്തോസ് ഇംഗ്ലണ്ടിൽ അന്തരിച്ചു. 1834 ഈ വിയോഗം. കളരിപ്പയറ്റിനെ ജനകീയമാക്കിയ CVN എന്ന CV നാരായണൻ തലശ്ശേരിയിൽ ജനിച്ചു. 1905 ഈ ജനനം. മലയാള കവിതയിൽ കാൽപ്പനികതയിൽ നിന്നുള്ള വടിപിരിയലിന് തുടക്കം കുറിച്ച കവിയും നാടകകൃത്തുമായ ഇടശ്ശേരി ഗോവിന്ദൻ നായർ കുറ്റിപ്പുറത്ത് ജനിച്ചു. 1906 ഇത്. ലീഡർ K. കരുണാകരൻ അന്തരിച്ചു. ഇദ്ദേഹം ഏറ്റവും കൂടുതൽ തവണ 4 തവണ കേരള മുഖ്യമന്ത്രി പദം അലങ്കരിച്ചിട്ടുണ്ട്. 2010 ഈ വിയോഗം. നമ്മുടെ ജീവിതത്തിൽ കർഷകർ നൽകിയ സംഭാവനകളെ ബഹുമാനിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമാണ് ദേശീയ കർഷക ദിനം ആചരിക്കുന്നത്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ചൗധരി ചരൺ സിംഗിൻ്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ദിനം ആഘോഷിക്കപ്പെടുന്നത്. 2001 ആദ്യത്തെ കിസാൻ ദിവസ് ആഘോഷിച്ചത്. 1902 ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലെ നൂർപൂരിൽ ഒരു ഇടത്തരം കർഷക കുടുംബത്തിലാണ് ചരൺ സിംഗ് ജനിച്ചത്. 1923 സയൻസിൽ ബിരുദം നേടിയ 1925 ആഗ്ര സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. നിയമത്തിലും പരിശീലനം നേടിയ അദ്ദേഹം ഗസിയാബാദിൽ പ്രാക്ടീസ് ആരംഭിച്ചു. 1929 അദ്ദേഹം മീററ്റിലേക്ക് താമസം മാറി. UPയിലെ ഭൂപരിഷ്കരണത്തിൻ്റെ മുഖ്യ ശില്പിയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ കടക്കാർക്ക് വലിയ ആശ്വാസം നൽകിയ 1939 ഡിപ്പാർട്ട്മെൻറ്റ് ഡിസംഷൻ ബിൽ രൂപീകരിക്കുന്നതും അന്തിമമാക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. മുഖ്യമന്ത്രി എന്ന നിലയിൽ 1960 ലാൻഡ് ഹോൾഡിംഗ് ആക്ട് കൊണ്ടുവരുന്നതിന് അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഇത് സംസ്ഥാനത്തുടനീളം ഏകീകൃതമാക്കുന്നതിന് ഭൂവുടമകളുടെ പരിധി കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. അർപ്പണബോധമുള്ള പൊതുപ്രവർത്തകനും സാമൂഹ്യനീതിയിൽ അടിയുറച്ച വിശ്വാസമുള്ള ശ്രീ ചരൺ സിംഗിൻ്റെ കരുത്ത് പ്രധാനമായും ദശലക്ഷക്കണക്കിന് കർഷകർക്കിടയിൽ അദ്ദേഹം ആസ്വദിച്ച ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. വാർത്തകളുടെ ഓട്ടപ്രദർശനത്തിലേക്ക്. ഗസ-ഇസ്രയേൽ യുദ്ധം, മരണസംഖ്യ ഉയരുന്നു. ഫലസ്തീൻ ഐക്യരാഷ്ട്ര സഭയിൽ വീണ്ടും പൂർണ്ണ പിന്തുണ അറിയിച്ച് ഒമാൻ. രാജ്യത്ത് LPG വാണിജ്യ സിലിണ്ടറിന് വില കുറയും. കേരളത്തിൽ
1404 കോടി രൂപ അനുവദിച്ച് കേന്ദ്രം. ചക്രവാത ചുഴി വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത. തമിഴ്നാടിന് കേരളത്തിൻ്റെ കരുതൽ അൻപത് കേരളം. അയൽപ്പക്ക വാർത്തകളിലേക്ക് പോകാം. കടബാധ്യത. കൊപ്പാറ പ്രസ് ഉടമയും കുടുംബവും വീട്ടിൽ മരിച്ച നിലയിൽ. പിണറായിയുടെ രഥയാത്ര കേരളത്തെ റെഡ് സോണാക്കി മാറ്റി. ഷെരീഫ് ചന്ദനത്തോപ്പ് യൂത്ത് ലീഗ് ജാഥ സമാപിച്ചു. 2.5 കോടി നിക്ഷേപമുള്ള സഹകരണ മേഖലയെ തകർക്കാൻ അനുവദിക്കരുത്. ശിവശങ്കരപ്പിള്ള. സ്നേഹാരാമം പദ്ധതിക്ക് പേരേത്ത് തുടക്കം. സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഓഫർ ഡിസംബർ 20 മുതൽ ജനുവരി 5 വരെ. ഓരോ പർച്ചേസിനോടുമൊപ്പം ക്രിസ്മസ് കേക്കും വിലയേറിയ നിരവധി സമ്മാനങ്ങളും. സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലിയിൽ മറ്റെങ്ങും ലഭിക്കാത്ത സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ചിന്നൂസ് ബിഗ് വാല്യൂ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാൾ 400 രൂപ അധികം നേടാം. വിവാഹ പാർട്ടികൾക്ക് 2% പണിക്കൂലിയിൽ ആരംഭിക്കുന്ന പരിണയ ബ്രൈഡൽ കളക്ഷനുകൾ. കൂടാതെ ഫെസ്റ്റിവൽ ദിനങ്ങളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യുന്ന വിവാഹ പാർട്ടികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനം. ഏവർക്കും ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സിന്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. ഇനി അയൽപ്പക്ക വാർത്തകളാണ്. വാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കളരിയെക്കുറിച്ച് കേരളത്തിൽ ആര് കേട്ടാലും ലോകത്ത് തന്നെ എവിടെ കേട്ടാലും CBN എന്ന് പറയുന്ന ഒരു പേര്, 3 അക്ഷരം, അതിന് വളരെ പ്രസക്തമാണ്. CV നാരായണൻ നായർ കേരളത്തിൽ കളരിപ്പയറ്റിനെ കേരളത്തിൽ ജനകീയമാക്കാനും കളരിപ്പയറ്റിനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്താനും ഒരു ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ച അസാമാന്യ പ്രതിഭയാണ് അദ്ദേഹം. ഒരു കളരി അഭ്യാസി, കളരി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്ക് നാട്ടുപട്ടം ടീമിന് അദ്ദേഹത്തോട് വലിയ ആദരവുണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു കളരി അഭ്യാസി മാത്രമല്ല, ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു, ബഹുമുഖ പ്രതിഭയായിരുന്നു. വീരശ്രീ എന്ന വലിയ പട്ടം കിട്ടിയ വലിയ മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണെന്ന്. ഇന്ന് നമുക്ക് CBN കുറിച്ച് ഇത്തിരി വിവരങ്ങൾ അറിയാം. ചമ്പാടൻ വീട് നാരായണൻ നായർ അഥവാ CV നാരായണൻ നായർ 1905 ഡിസംബർ 23 തലശ്ശേരി ജില്ലയിലെ തിരുവങ്ങാട് ചിറ്റാരത്ത് ഓടയോത്ത് കുഞ്ഞിന് നമ്പ്യാരുടെയും തിരുവങ്ങാട് ചമ്പാടൻ വീട്ടിൽ സാവിത്രി അമ്മയുടെയും മകനായി ജനിച്ചു. കേരളത്തിൻ്റെ ഭൗതിക സംസ്കാരത്തെ അദ്ദേഹം പുതിയ ഉയരങ്ങളിലെത്തിച്ചു. കേരള കളരി സംഘത്തിൻ്റെ സ്ഥാപകനും കളരിപ്പയറ്റിൻ്റെ അതിൻ്റെ ഇന്നത്തെ രൂപത്തിലേക്ക് പുനർനിർമ്മിച്ച വ്യക്തിയുമാണ് അദ്ദേഹം. 1930കളിൽ കൊച്ചി സന്ദർശന വേളയിൽ മുഖ്യാതിഥിയായിരുന്ന ബറോഡ മഹാരാജാവ് ഹിസ് ഹൈനസ് ഹെയ്ഗ്വാദിന് മുന്നിൽ പാറക്കുട്ടി നെത്തിയാർ അമ്മയുടെ ഒരു പ്രകടനത്തിനായി അദ്ദേഹത്തെ തൃപ്പൂണിത്തറ ഹിൽ പാലസിലേക്ക് ക്ഷണിച്ചു. പ്രകടനത്തിനു ശേഷം പാറക്കുട്ടി നെത്തിയാരമ്മ കൈയടിച്ചു പറഞ്ഞു, "നിങ്ങളുടെ പ്രകടനം എന്നെ അത്ഭുതപ്പെടുത്തുകയും ആകർഷിക്കുകയും ചെയ്തു. നിങ്ങൾ നമ്മുടെ ചരിത്രത്തിലെ എല്ലാ നായകന്മാർക്കും തുല്യരാണ്. അതിനാൽ ഇനി മുതൽ നിങ്ങൾ വീരശ്രീ CV നാരായണൻ നായർ എന്നറിയപ്പെടും." ഈ സംഭവത്തോടെ ശ്രീ നാരായണൻ നായർ കേരളം മുഴുവൻ പ്രസിദ്ധനായി. 14-ാം വയസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയ CV നാരായണൻ നായർ മലയാള ഭാഷയിൽ ഉയർന്ന അറിവ് നേടി. ജിംനാസ്റ്റിക്, ഹൈ ജംപ്, ലോങ് ജംപ്, നീന്തൽ തുടങ്ങിയ വ്യത്യസ്ത ശാരീരിക സംവിധാനങ്ങളിലും അദ്ദേഹം സ്വയം പരിശീലനം നേടി. ചിത്രങ്ങൾ വരച്ചുകൊണ്ട് സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പ്രഗത്ഭനായ കലാകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. പ്രശസ്ത കലാകാരൻ, കളരിപ്പായത്ത് പരിശീലകൻ, ശില്പി, മർമ്മചികിത്സ വൈദ്യൻ, CV നാരായണൻ നായരുടെ ഇളയ സഹോദരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ശ്രീ CV ബാലൻ നായരാണ് തലശ്ശേരിയിൽ കേരള സ്കൂൾ ഓഫ് ആർട്സ് സ്ഥാപിച്ചത്. ഇക്കാലയളവിൽ തലശ്ശേരിയിൽ കളരി ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തലശ്ശേരിക്കടുത്ത് പുനോലിൽ കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ടായിരുന്നു. അക്കാലത്ത് കളരിപ്പയറ്റിൻ്റെ വളരെ അംഗീകരിക്കപ്പെട്ട ഗുരുക്കന്മാരായിരുന്നു അദ്ദേഹം. കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കന്മാരുടെ കീഴിൽ പരിശീലനം ആരംഭിച്ച CV നാരായണൻ നായർ വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായി മാറി. തൻ്റെ സ്കൂളിൻ്റെ ഏക പരിശീലനവും നടത്തിപ്പും കൊണ്ട് കളരിപ്പയറ്റിൻ്റെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയില്ലെന്ന് CV നാരായണൻ നായർ തിരിച്ചറിഞ്ഞു. അങ്ങനെ 1933 കേരള കളരി സംഘം ആരംഭിച്ച അദ്ദേഹം തെക്കൻ കർണാടകയിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യയിലുടനീളം പര്യടനം നടത്തി 100 കണക്കിന് ഘട്ടങ്ങൾ പൂർത്തിയാക്കി. അങ്ങനെ അദ്ദേഹം ശ്രീലങ്കയിൽ പോലും പ്രശസ്തനായി. 1937 അദ്ദേഹം സംഘത്തോടൊപ്പം
ശ്രീലങ്കയിലേക്ക് യാത്ര ചെയ്തു. ഇത് അന്താരാഷ്ട്ര തലത്തിലെ ആദ്യത്തെ കളരിപ്പയറ്റ് പ്രകടനമായിരുന്നു. 1938 തലശ്ശേരിയിൽ നിന്ന് തിരിച്ചെത്തിയ സംഘം പരിശീലനം തുടരുകയും അറിവ് പ്രചരിപ്പിക്കുകയും ചെയ്തു. വീരശ്രീ CV നാരായണൻ നായരുടെ മൂത്ത മകൻ ശ്രീ വി ഗോവിന്ദൻകുട്ടി നായർ പിതാവിൻ്റെ അവസാന ആഗ്രഹം നിറവേറ്റാൻ ജീവിതം പണയപ്പെടുത്തി. 1956 1958 അദ്ദേഹം CVN കളരി സംഘം സ്ഥാപിച്ചു. CV ഗോവിന്ദൻകുട്ടി നായർ കേരളത്തിലെ കളരിപ്പയറ്റുകാരുടെ ആദ്യത്തെ ആധുനിക സംഘടനയായ കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ പരേതനായ ശ്രീ കേണൽ ഗോദവർമ്മ രാജയുടെ സഹായത്തോടെയും മാർഗനിർദ്ദേശത്തോടു കൂടിയുമാണ് സംഘടിപ്പിച്ചത്. 1944 ജൂൺ 24 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. കേരളത്തിലുടനീളം ധാരാളം കളരികൾ നിർമ്മിക്കുക, ഇന്ത്യയിലും ലോകമെമ്പാടും കളരിപ്പയറ്റിൻ്റെ അറിവ് പ്രചരിപ്പിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം. കൊച്ചിയിൽ റെസ്റ്റോറന്റ്, കൊച്ചിയിൽ ജംഗ്ഷൻ, മാമൂട്, കേരളപുരം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം കൊച്ചിയിൽ ഈവന്റ് മാനേജ്മെന്റ്. ഹോം ഡെലിവറിക്കായി വിളിക്കൂ 9809512541 9446107567 9567288311 8943326520. കടബാധ്യത കൊപ്പാറ പ്രസ് ഉടമയും കുടുംബവും വീടിനുള്ളിൽ മരിച്ച നിലയിൽ. പ്രിന്റിംഗ് കമ്പനി ഉടമയും കുടുംബവും വീടിനുള്ളിൽ മരിച്ച നിലയിൽ. കടബാധ്യതയാണ് മരണകാരണമെന്നും ആത്മഹത്യാക്കുറിപ്പ് ലഭിച്ചെന്നും പോലീസ് പറഞ്ഞു. കേരളപുരം കൊപ്പാറ പ്രസ് ഉടമ രാജീവ് രാമകൃഷ്ണൻ 56, ഭാര്യ ആശ രാജീവ് 50, മകൻ മാധവ് 21 എന്നിവരാണ് മരിച്ചത്. ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന കുണ്ട്ര കേരളപുരം KPP ജംഗ്ഷൻ ഗസൽ എന്ന വീട്ടിലാണ് സംഭവം. രാജീവ്, ആശ എന്നിവരെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും മാധവിനെ മറ്റൊരു മുറിയിൽ കട്ടിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിലുമാണ് കണ്ടത്. 2 ദിവസമായി പ്രസ്സിലെ ജീവനക്കാർ ഫോൺ വിളിച്ചിട്ട് എടുത്തിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെ ജീവനക്കാർ വീട്ടിലെത്തിയപ്പോഴാണ് വീട് അടഞ്ഞു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതും വിളിച്ചിട്ട് പ്രതികരണമില്ലാതായപ്പോഴാണ് വിവരം പോലീസിൽ അറിയിച്ചത്. പോലീസ് എത്തിയാണ് വീട് തുറന്നതും മറ്റ് നിയമ നടപടികൾ പൂർത്തിയാക്കിയതും. പിണറായിയുടെ രഥയാത്ര കേരളത്തെ റെഡ് സോണാക്കി മാറ്റി. ഷെരീഫ് ചന്ദനത്തോപ്പ്. പിണറായിയുടെ രഥയാത്ര കടന്നുപോകുന്ന വഴികളിലൊക്കെ പോലീസ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ജനങ്ങളെ പീഡിപ്പിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഷെരീഫ് ചന്ദനത്തോപ്പ്. ദുർഭരണത്തിനെതിരെ, വിദ്വേഷത്തിനെതിരെ യുവത്വത്തിന് പ്രതിഷേധവും പ്രതിരോധവും സംസ്ഥാന വ്യാപകമായി പ്രതിഫലിപ്പിച്ചുകൊണ്ട് 2024 ജനുവരി 21 കോഴിക്കോട് നടക്കാനിരിക്കുന്ന യുവജന പ്രതിഷേധ മഹാറാലിക്ക് പ്രചരണം മുന്നോടിയായി മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന യുവമാർച്ച് 2ാം ദിവസം കേരളപുരം ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് കുണ്ട്ര നിയോജകമണ്ഡലം പ്രസിഡന്റ് കായ്ക്കര ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുൽഫിക്കർ സലാം ആമുഖ പ്രഭാഷണം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് A. ഖൈസ്, കുണ്ട്ര നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ബദിഹുദ്ദീൻ മുട്ടക്കാവ്, മുസ്ലിം ലീഗ് രൂപപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് പള്ളിമുക്ക് നാസിമുദ്ദീൻ, വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് മാജിദ വഹാബ്, വൈസ് പ്രസിഡന്റ് ജുബേറത്ത് ബീവി, നിയോജകമണ്ഡലം ട്രഷറർ ഷാനവാസ് കേരളപുരം, സെക്രട്ടറി കുറ്റിച്ചിറ ശിഹാബുദ്ദീൻ, കൊറ്റങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് കേരളപുരം അബൂബക്കർ, ജനറൽ സെക്രട്ടറി കേരളപുരം ഇഹിയ, മുസ്ലിം ലീഗ് തൃക്കോൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണനല്ലൂർ ഫസലുദ്ദീൻ, പെർനാട് പഞ്ചായത്ത് പ്രസിഡന്റ് താഹ, ജനറൽ സെക്രട്ടറി പെർനാട് നിസാമുദ്ദീൻ, മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിൽ അംഗം നെടുമ്പന അലിയാരിക്കുട്ടി, സുധീർ പേരയും വെസ്റ്റ്, നിസാമുദ്ദീൻ പേരയും, അബ്ദുൽ കരീം പേരയും, കൊറ്റങ്കര ഷെരീഫ് കുട്ടി, മുസ്ലിം ലീഗ് കുണ്ട്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസുദ്ദീൻ കുണ്ട്ര, മുസ്ലിം യൂത്ത് ലീഗ് കുണ്ട്ര നിയോജകമണ്ഡലം പ്രസിഡന്റ് തേജസ് മുസ്തഫ, ജനറൽ സെക്രട്ടറി ഫൈസൽ ലബ്ബ കണ്ണനല്ലൂർ എന്നിവർ സംസാരിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് റജീദ് തടിക്കാട് ജാഥ ക്യാപ്റ്റനും, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സാജൻ ഹിലാൽ മുഹമ്മദ് കുണ്ട്ര വൈസ് ക്യാപ്റ്റനും,
പ്രവർത്തകരും നേതാക്കളും ഊഷ്മളമായ സ്വീകരണം നൽകി. വൈസ് ക്യാപ്റ്റൻ സാജൻ ഹിലാൽ മുഹമ്മദ് കുണ്ടറയുമാണ് ജാഥ നയിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളായി ഇവിടെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമായിരിക്കുകയാണ്. നമുക്കറിയാം, ദേശീയ രാഷ്ട്രീയത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട ഒരു രഥയാത്ര, രാമറാവുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു രഥയാത്ര, അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു രഥയാത്ര അന്ന് രാമറാവുവിന്റെ നേതൃത്വത്തിൽ നടത്തുകയും അതിനുശേഷം അധികാരത്തിലെത്താനോ ആ അധികാര സിംഹാസനങ്ങളിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട് പുറത്തേക്ക് പോകേണ്ടുന്ന ഗതികളിലേക്ക് എത്തിച്ചേർന്ന രാമറാവുവിന്റെ രഥയാത്രയും ഇന്ത്യയിലെ ജനങ്ങൾ മറന്നുപോയിട്ടില്ല. രഥങ്ങൾ ഉരുളുകയാണ്. അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള രഥയാത്ര നമുക്കറിയാം. അതുപോലെ തന്നെ അതിനുശേഷം വന്ന ദേശീയ നേതാക്കളുടെ പേരിൽ പല രഥയാത്രകളും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടക്കുകയും ആ രഥയാത്രകൾ കേരളത്തിലെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തിന്റെ തലയിലൂടെ കടന്നുപോകുന്ന ബുൾഡോസറുകളായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർണ്ണശബളമായ ഘോഷയാത്രകൾ തീർത്തുകൊണ്ട് ആര് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ധർമ്മ സംവിധാന സംഭാഷണം നിർവഹിച്ച ഹ്രസ്വചിത്രം, അത് നമ്മുടെ മുമ്പിൽ ഈ ചോദ്യമാണ് ഉയർത്തുന്നത്: ആര്? നാട്ടിലെ തിന്മകൾക്ക് ആരാണ് കാരണം? ഒരു കൊച്ചു കുഞ്ഞിന്റെ വളർച്ചയിൽ സമൂഹം, രക്ഷകർത്താക്കൾ ഇവരൊക്കെ ചെലുത്തുന്ന സ്വാധീനം എങ്ങനെയൊക്കെ ആ കുട്ടിയെ തിന്മയിലേക്ക് നയിക്കുന്നു എന്ന ചിന്തയാണെന്നാണ് ഈ ഹ്രസ്വചിത്രം. വളരെ മനോഹരമായി ഇതിന്റെ സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് അവന്റെ വളർച്ചാ കാലങ്ങളിൽ, അവന്റെ കാലഗണനയ്ക്കിടയിൽ തിരുത്തൽ ശക്തികളായി മാറേണ്ട രക്ഷകർത്താക്കൾ അവർ രണ്ട് ധ്രുവങ്ങളിലേക്ക് മാറിപ്പോകുമ്പോൾ കുട്ടിയുടെ വളർച്ചയിലുണ്ടാകുന്ന വൈകല്യങ്ങൾ അവനെ എവിടെ എത്തിക്കുന്നു എന്നതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ഹ്രസ്വചിത്രം. പച്ച ഉരുമ്പിനെ പച്ച ജീവനോടെ കത്തിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയും അതിനെ തിരുത്താൻ ശ്രമിക്കുന്ന അച്ഛനെ തിരുത്തുന്ന അമ്മയും നമ്മുടെ ഇന്നത്തെ ആനുകാലിക സമൂഹത്തിലെ നേർക്കാഴ്ചയാണ്. കുട്ടികളുടെ ചെയ്തികളെ വിവേകബുദ്ധിയോടെ തിരിച്ചറിയാനും തെറ്റ് തിരുത്താനും ശരിയുടെ മാർഗം കാണിച്ചു കൊടുക്കാനും ഓരോരുത്തരും, അത് രക്ഷകർത്താവായാലും സമൂഹപ്രതിനിധികളായാലും അധ്യാപകരായാലും ഒക്കെ ചെയ്യേണ്ട സമയത്ത് ശരിയായ രീതിയിൽ ചെയ്യാതെ വരുന്നതിന്റെ പ്രതിഫലനം ഒരു കുട്ടിയുടെ കൗമാരഘട്ടത്തിൽ ഉണ്ടാകുന്ന വ്യതിചലനങ്ങൾക്ക് കാരണമായി തീരുന്ന ഈ ചിത്രം ഇനി പറയുന്നു. വളരെ മനോഹരമായി ഈ സന്ദേശത്തെ ജനങ്ങളിലെത്തിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അക്കാര്യത്തിൽ ഇതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച ഓരോരുത്തരും അവരുടെ പ്രകടന മികവ് കൊണ്ട് ഇതിനെ ഒരു ഉത്കൃഷ്ട കലാസൃഷ്ടിയുടെ തലങ്ങളിലേക്ക് ഉയർത്താൻ കഴിഞ്ഞു എന്നതും വസ്തുതയാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാധ്യനായ ശ്രീ കുണ്ടറ തുളസി അവர்கள், അദ്ദേഹത്തിന്റെ പ്രിയപുത്രി ധർമ്മ, ഇതിലെ അഭിനയ നേതാക്കളായി ചെറുതും വലുതുമായ എല്ലാവരും അവരവർക്ക് നൽകിയ റോളുകളെ അടക്കത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചുന്നു എന്ന് മാത്രമല്ല, ഈ സന്ദേശം വളരെ വലുതാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനും ഈ ചിത്രം ഉപകരിക്കും. ഈ ചോദ്യം വീണ്ടും വരികയാണ്: ആരാണ് യഥാർത്ഥ ഉത്തരവാദി? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് വരുംകാല സമൂഹത്തിന്റെ നേർക്കാഴ്ചയായി മാറേണ്ടത്. വരുംകാല സമൂഹത്തെയും പുതിയ തലമുറയെയും നേരിന്റെ മാർഗത്തിലൂടെ നയിക്കുന്നതിന് ആ ഉത്തരം സഹായകരമായി തീരുമെന്ന പ്രത്യാശയോടെ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവങ്ങളും ഇതിലും ഏറെ മെച്ചപ്പെട്ട വിനിയും വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. 2.5 കോടി രൂപ നിക്ഷേപമുള്ള സഹകരണ മേഖലയെ തകർക്കാൻ അനുവദിക്കരുത്. ശിവശങ്കരപ്പിള്ള. 2 ലക്ഷം കോടി രൂപ നിക്ഷേപമുള്ള സഹകരണ മേഖലയെ തകർക്കാൻ ചിലർ ശ്രമം നടത്തുകയാണെന്നും കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് ഏറെ സംഭാവന ചെയ്ത സഹകരണ മേഖല തകർക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് കാപ്പെക്സ് ചെയർമാൻ എം ശിവശങ്കരപ്പിള്ള പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ ബാങ്ക് ആരംഭിച്ച കാപ്പെക്സ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ വിൽപ്പന ചെയർമാൻ മുൻ ബാങ്ക് പ്രസിഡന്റ് വി നാരായണപിള്ളയ്ക്ക് നൽകി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് എൻ തുളസിദാസൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി ദിനേഷ് കുമാർ, കെ സുരേന്ദ്രൻ, കെ പി രഞ്ജിനി, സുദർശൻ പിള്ള എന്നിവർ പങ്കെടുത്തു.
2.5 കോടി രൂപ നിക്ഷേപമുള്ള ഈ സഹകരണ പ്രസ്ഥാനം മറ്റു പലരുടെയും നിയന്ത്രണത്തിലാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി നോക്കിയത്. ഇത് പിടിച്ചെടുക്കാൻ, ഇതിന്റെ നിയന്ത്രണം എല്ലാ രൂപത്തിലും റിസർവ് ബാങ്കിനെ വിധേയപ്പെടുത്തിക്കൊണ്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള നീക്കങ്ങൾ പലതും നടക്കാതെ വന്നപ്പോഴാണ്. കാര്യം ഈ സഹകരണം എന്നുള്ളത് ഒരു സംസ്ഥാന വിഷയമായിരുന്നു. നമ്മുടെ ഈ കേന്ദ്രത്തിന് അധികാരമുള്ള വിഷയങ്ങൾ, സംസ്ഥാനങ്ങൾക്ക് അധികാരമുള്ള വിഷയങ്ങൾ, ഇത് രണ്ടിലും പെടാത്തതിനെയാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നു എന്നൊക്കെ പറയും. ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്, ഭരണഘടനാ പ്രകാരം തിരിച്ചിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന വിഷയമായ ആ സഹകരണ മേഖലയെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങൾ നടന്നു. അതൊക്കെ പറ്റാതെ വന്നപ്പോഴാണ് ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ് പുതിയ സ്ഥാപനങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റേതായ ഒരു ഇടപെടലിലൂടെ, നിയന്ത്രണത്തിലൂടെ രൂപീകരിച്ച് ഈ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകിടം മറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിന്റെ മുന്നോട്ടുള്ള പോക്കിന് പല രൂപത്തിലുള്ള ബലങ്ങ് തടികളും ഇപ്പോൾ ഉണ്ടാകുകയാണ്. ഈ ഉദാരവൽക്കരണവും നവലിബറൽ നയങ്ങളും എന്നൊക്കെ പറയുന്ന ഇതെല്ലാം വരുമ്പോൾ ഇതിന്റെ എല്ലാം ദോഷങ്ങൾ ഈ മേഖല അനുഭവിക്കുകയാണ്. പാകപ്പെടുത്തുക, ഉപയോഗയോഗ്യമാക്കി തീർക്കുക, തയ്യാർ ചെയ്യുക. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ ബസ്സിലൊക്കെ നിന്നാണ് വരുന്നത്. അന്നേരം ഈ ബാക്കിൽ ഞങ്ങളെ അന്നത്തെ എന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ ബാക്കിൽ സ്ത്രീകളും ഫ്രണ്ടിൽ പുരുഷന്മാരുമാണ് സാധാരണ നിൽക്കുന്നത്. അപ്പം ചില നമ്മുടെ പുങ്കവന്മാർ, അതിനകത്ത് നമ്മൾ അന്നത്തെ കോളേജ് കുമാരന്മാരുണ്ടാകും, പക്ഷെ മുതിർന്നവരും ഉണ്ടാകും. ചിലർ ഈ ഫ്രണ്ടിൽ നിന്ന് എത്ര കണ്ടക്ടർ പറഞ്ഞാലും മുന്നോട്ട് നിൽക്കുക. കാരണം അവൻ എർത്തായിട്ട് നിൽക്കുന്നു എന്ന് ഞങ്ങൾ വേറൊരു അർത്ഥത്തിൽ പറയുമായിരുന്നു. പക്ഷെ ആ എർത്തിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ വൈദ്യുതി മേഖലയിൽ എർത്ത് ചെയ്യുന്നത് എന്തിനാണ്, അതിനൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രത്തിലേക്ക് നമുക്ക് പോകാം. പഴയ തലമുറയിൽ കുറച്ചു പേർക്കെങ്കിലും ചെറിയ തരത്തിലുള്ള വൈദ്യുതി ഷോക്കുകൾ കിട്ടിയിട്ടുള്ളവരായിരിക്കും. ടേപ്പ് പെട്ടിയിൽ നിന്നോ വൈദ്യുതി ഉപകരണങ്ങളിൽ സമീപമുള്ള ഈർപ്പത്തിൽ നിന്നോ ട്യൂബ് ലൈറ്റുകളുടെ സ്റ്റാർട്ടറുകൾ തിരിക്കുമ്പോഴോ അങ്ങനെ കറണ്ടടി കിട്ടിയിട്ടുള്ളവരാണ് പലരും. എന്നാൽ ആധുനിക കാലത്ത് വീടുകളുടെ കറണ്ടടി കുറവാണ്. ഇതിന് കാരണം നന്നായി എർത്ത് ചെയ്യുന്നതും ആധുനിക സർക്യൂട്ട് ബ്രേക്കറുകളുമാണ്. വൈദ്യുത ഉപകരണങ്ങൾ എർത്ത് ചെയ്താൽ ഷോക്ക് കിട്ടുകയില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം? തകരാറുകളൊന്നുമില്ലാത്ത ഒരു വൈദ്യുത ഉപകരണം ശരിയായ വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരിക്കലും ഷോക്ക് കിട്ടുകയില്ല. ഉപകരണം തൊടുന്നയാൾക്ക് ഷോക്ക് കിട്ടുക എന്നാൽ ഉപകരണത്തിലെ വൈദ്യുതി ഒഴുകുന്ന ഭാഗങ്ങളുമായി ആ ആളിന്റെ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ടാണ്. ശരീരം ഒരു ചാലക വസ്തു ആയതുകൊണ്ട് അത് വൈദ്യുതി ഒഴുകാനുള്ള പാതയായി തീരുന്നു. ശരീരപേശികൾ വൈദ്യുതി കൊണ്ട് സങ്കോചിക്കുകയും കറണ്ട് കൂടിയാൽ ശരീരം കത്തിക്കരിയുകയും ചെയ്യും. മരണം വരെ പലവിധ അത്യാഹിതങ്ങൾക്കും ഷോക്ക് കാരണമാകുന്നത് അതുകൊണ്ടാണ്. വൈദ്യുത ഉപകരണങ്ങളിലെ സാധാരണഗതിയിൽ വൈദ്യുതി വഹിക്കാത്ത ലോഹഭാഗങ്ങൾ, പ്രത്യേകിച്ച് പുറം ഭാഗങ്ങൾ ആണ് എർത്ത് ചെയ്യുന്നത്. എർത്ത് ചെയ്യുക എന്നാൽ ലോഹഭാഗത്തെ വളരെയധികം രോധം കുറഞ്ഞ ഒരു കമ്പി കൊണ്ട് ഭൂമിയുമായി ബന്ധിപ്പിക്കുക എന്നാണ് അർത്ഥം. ഉപകരണങ്ങളിലെ തകരാറുകൾ കൊണ്ടോ അനധികൃതമായി ഉപകരണങ്ങൾ തുറന്ന് ചില പ്രയോഗങ്ങൾ നടത്തുന്നത് കൊണ്ടോ ചിലപ്പോൾ പുറത്തെ ലോഹഭാഗങ്ങളിലേക്ക് വൈദ്യുതി സമ്മർദ്ദം എത്തിയെന്നിരിക്കും. ഈ ലോഹഭാഗത്തിന് ഭൂമിയുമായി ബന്ധമൊന്നുമില്ലെങ്കിൽ വൈദ്യുതി പുറത്തേക്ക് ഒഴുകുകയില്ല. നാം ഇങ്ങനെ കുഴപ്പത്തിലായ ഒരു ഉപകരണം തൊടുമ്പോൾ ഏതാണ്ട് 500 മുതൽ 1500 വരെ രോധമുള്ള ഒരു വൈദ്യുത പാത തുറക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരപേശികളിലൂടെയും ഹൃദയത്തിലൂടെയും ശ്വാസകോശത്തിലൂടെയും എല്ലാം കറണ്ട് പ്രവഹിക്കാൻ ഇടവരുന്നു. നന്നേ ചെറിയ കറണ്ടിന് പോലും നമ്മെ കൊല്ലാൻ കഴിയും എന്നോർക്കുക. നന്നായി എർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പിക്ക് സാധാരണയായി 5 ഓമിൽ കുറവ് രോധം മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ 240 വോൾട്ട് ലൈനിൽ നിന്ന് 240+5 48 ആംപിയർ കറണ്ട് ഭൂമിയിലേക്ക് ഒഴുകും. ഉപകരണത്തിന്റെയോ വീട്ടിലെയോ ഫ്യൂസ് സാധാരണഗതിയിൽ 5 ആംപിയറോ കൂടിയാൽ 15 ആംപിയറോ ആയിരിക്കും. ഇത്രയും വലിയ കറണ്ട് ഒഴുകുമ്പോൾ അത് താങ്ങാനാവാതെ ഫ്യൂസ് ഉരുകി വൈദ്യുതി ബന്ധം ഉടനെ നിലയ്ക്കുന്നു. അങ്ങനെ അപകടങ്ങൾ ഒഴിവാകുന്നതിനുള്ള ഒരു സ്വയം പ്രവർത്തക സംവിധാനമായി
എർത്ത് കമ്പിയും ഫ്യൂസും പ്രവർത്തിക്കുന്നു. എർത്ത് ചെയ്താൽ ഷോക്ക് കിട്ടുകയില്ലെന്ന് പറയുന്നതിന്റെ പൊരുൾ അതാണ്. മുൻകരുതൽ എന്ന നിലയ്ക്ക് ആണിയില്ലാത്ത ചെരുപ്പുകൾ, റബ്ബർ ഷീറ്റുകൾ ഇവയിട്ട് നിന്ന് വേണം ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ. വെറും കൈകൊണ്ട് ലൈനിൽ ഘടിപ്പിച്ച ഒരു ഉപകരണവും എർത്ത് ചെയ്തതായാലും ഒരിക്കലും തുടരുത്. ബൾബ് മാറുന്നത് പോലും മെയിൻ സ്വിച്ചിന്റെ ഫ്യൂസ് ഊരിവെച്ച ശേഷം സശ്രദ്ധമേ ആകാവൂ. ആരോഗ്യമുള്ള മനസ്സിനും ആരോഗ്യമുള്ള ശരീരത്തിനും വേണ്ടത് വ്യായാമമാണെന്ന് ലോകമാകെ അംഗീകരിച്ച സത്യമാണ്. മരുന്നുകൾ ആരോഗ്യം തരില്ല. ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് നമ്മൾ മരുന്നുകൾ തേടി പോകുന്നത്. ആരോഗ്യം കാത്തുസൂക്ഷിക്കാനും രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും കളരിയും യോഗയും അഭ്യസിക്കൂ. കേരളത്തിന്റെ തനത് അയോധന കലയായ കളരിപ്പയറ്റ് അഭ്യസിക്കാനും യോഗ പരിശീലിക്കാനും പാരമ്പര്യത്തിന്റെ തഴക്കമുള്ള യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമത്തിൽ പ്രവേശനം നേടൂ. കളരിയെക്കുറിച്ച് അറിയാനും അഡ്മിഷൻ നേടാനും യോഗാചാര്യ മലബാർ പി വാസുദേവൻ ഗുരുക്കൾസ് CVN കളരി യോഗ മർമ്മ ചികിത്സാശ്രമം, അയത്തിൽ പുളിയത്തുമുക്ക്, കൊല്ലം. ഫോൺ യോഗാചാര്യ ശിവകുമാർ ഗുരുക്കൾ 93 87 32 32 42. കുണ്ടറയിലെ പരിശീലന കേന്ദ്രം കേരളപുരം ESIക്ക് സമീപം റെയിൽവേ സമാന്തര റോഡിൽ പ്രവർത്തിക്കുന്നു. ഫോൺ 94 47 11 99 80. സ്നേഹാരാമം പദ്ധതി ആരംഭിച്ചു. പേരയം ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും പേരയം NSS കോളേജ് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാരും ചേർന്ന് നടപ്പിലാക്കുന്ന സ്നേഹരാമ പദ്ധതി ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പകര ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. മാലിന്യ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്ന പൊതുയിടങ്ങൾ വൃത്തിയാക്കി പൊതുജനങ്ങൾക്കായി ഒരുക്കി കൊടുക്കുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓണമ്പലം ലാൻഡിംഗ് സെന്റർ പ്രദേശം NSS വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ശുചീകരിച്ചു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ, മെമ്പർമാരായ ബിജോയ് ജോർജ്, വിനോദ് പാപ്പച്ചൻ, സുരേഷ്, VOമാരായ സുമേഷ്, നവീൻ, അശ്വതി, ഗംഗപ്രസാദ് എന്നിവർ സംസാരിച്ചു. സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. പേരൂർ മീനാക്ഷി വിലാസം ഗവൺമെന്റ് LP സ്കൂളിലെ ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ LKGയിലെ കുരുന്നുകളുടെ ഡാൻസിൽ വളരെ സന്തോഷത്തോടെ അവർക്ക് സ്റ്റെപ്പുകൾ പറഞ്ഞുകൊടുക്കുന്ന രാജി, ബിന്ദു എന്നിവർ. ഇളമ്പളൂർ SNSM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്രിസ്മസ് ദിനാഘോഷം പ്രിൻസിപ്പൽ B അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആട് കൊഴുത്താൽ ഇടയന് ലാഭം, വസ്തു നന്നായാൽ ഉടമസ്ഥന് കൊള്ളാം. എവിടെയും നമ്മൾ ചില ഡിസിപ്ലിനൊക്കെ വേണ്ടി വരും. കാരണം നമ്മുടെ സ്കൂളുകളിൽ, പ്രത്യേകിച്ച് അണ്ണേഴ്സ് സ്കൂളുകളിൽ വലിയ ഡിസിപ്ലിനാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണ്? അത് ഭയപ്പെടുത്തിയിട്ടുള്ളതാണ്. ഹിറ്റ്ലറുടെ മുമ്പിൽ ഒരു കാലത്ത് അയാളുടെ അനുചാരന്മാരെല്ലാം എണീക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അത് അനുസരണ കൊണ്ടല്ല, അത് ഭയം കൊണ്ടാണ്. കാരണം ജീവൻ പോകും എന്ന ഭയം കൊണ്ടാണ്. അങ്ങനെയല്ല, അല്ലാത്ത വ്യക്തിപരമായ ജീവിതത്തിൽ വ്യക്തികൾ എന്ന നിലയിൽ നമുക്കൊരു സ്വയം ഡിസിപ്ലിൻ വേണം. നന്മയുടെ, സാമൂഹ്യ ബോധത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ചില സ്വയം നിയന്ത്രണങ്ങൾ അത് വേണം. ആത്മനിയന്ത്രണങ്ങൾ നമുക്കുണ്ടാകണം. ഡിസിപ്ലിനെക്കുറിച്ച് പറയുന്ന ഒരു കുറിപ്പ് നമുക്കിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നെടുക്കാം. നല്ല വാക്കോതുവാൻ ത്രാണി ഉണ്ടാകണം പങ്ക്തി. എന്താണ് അച്ചടക്കവും സ്വയ അച്ചടക്കവും? ഒരിക്കലൊരു പ്രൊഫസർ തന്റെ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഡിസിപ്ലിൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ്. ഉടനെ ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു, സർ, ഈ ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും രണ്ടും രണ്ടാണോ? ആണെങ്കിൽ എന്താണ് അവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? പറയാം, പ്രൊഫസർ പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ സർ. വിദ്യാർത്ഥികൾ കാതുകൂർപ്പിച്ചിരുന്നു.
എന്താണ് വീടും ജയിലും തമ്മിലുള്ള വ്യത്യാസം? പ്രൊഫസർ ചോദിച്ചു. ഒരു ചെറിയ ആലോചനയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ അവർക്ക് ശരിയെന്ന് തോന്നിയ ആശയങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. വീട്ടിൽ സ്വാതന്ത്ര്യമുണ്ടാകും, ജയിലിൽ അതുണ്ടാവില്ല. വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഉണ്ടായിരിക്കും, ജയിലിൽ നാം ഒറ്റയ്ക്കായിരിക്കും എന്നിങ്ങനെ പല പല ഉത്തരങ്ങൾ ഉയർന്നു വന്നു. ഇതൊന്നുമല്ല, പ്രൊഫസർ പറഞ്ഞു. കുറച്ചുകൂടി സ്മാർട്ടായിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികൾ പിന്നെയും ആലോചിച്ച ശേഷം പല ഉത്തരങ്ങൾ പറഞ്ഞു. അതിലൊന്നും പക്ഷെ അദ്ദേഹം തൃപ്തനായില്ല. ഒടുവിൽ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, സർ, ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. പറഞ്ഞോളൂ. സർ, നാം അകത്തേക്ക് പ്രവേശിച്ച ശേഷം നാം തന്നെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയാൽ അത് വീട്. പകരം നാം അകത്ത് കയറിയതും മറ്റൊരാൾ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയാൽ അത് ജയിൽ. ബ്രില്യന്റ്. പ്രൊഫസറും മറ്റു വിദ്യാർത്ഥികളും നിറഞ്ഞ കരഘോഷങ്ങളോടെ അവളെ അനുമോദിച്ചു. ആരവങ്ങൾ കെട്ടടങ്ങിയപ്പോൾ പ്രൊഫസർ പറഞ്ഞു, ഇത് തന്നെയാണ് ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും തമ്മിലുള്ള വ്യത്യാസവും. ഒരു കാര്യം മറ്റൊരാളുടെ നിർബന്ധം മൂലമോ സമ്മർദ്ദം മൂലമോ നാം ചെയ്യാതിരുന്നാൽ അത് ഡിസിപ്ലിൻ. അതേ കാര്യം നമുക്ക് സ്വയം തോന്നി നാം അതിൽ നിന്ന് വിട്ടുനിന്നാൽ അതാണ് സെൽഫ് ഡിസിപ്ലിൻ. ഉദാഹരണത്തിന്, പുകവലി നിയമപരമായി നിരോധിച്ചതിന്റെ പേരിൽ നാം പുകവലിക്കാതിരുന്നാൽ അത് ഡിസിപ്ലിൻ. അതേസമയം യാതൊരു നിരോധനമോ നിയന്ത്രണമോ ഇല്ലാതിരിക്കെ പുകവലിയുടെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി നാം സ്വയം അതിൽ നിന്ന് വിട്ടുനിന്നാൽ അത് സെൽഫ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഒരു തരം നിയന്ത്രണമാണ്, എന്നാൽ സെൽഫ് ഡിസിപ്ലിൻ ആകട്ടെ പരമമായ സ്വാതന്ത്ര്യവും. ഒന്ന് നിർത്തിയ ശേഷം അദ്ദേഹം തുടർന്നു, നിങ്ങൾ ജീവിതത്തിൽ ഡിസിപ്ലിൻ ആകുന്നതിന് പകരം സെൽഫ് ഡിസിപ്ലിൻ ആയിരിക്കുക. കാരണം മറ്റുള്ളവർ നമുക്കുമേൽ അടിച്ചേൽപ്പിക്കുന്ന നന്മകളെക്കാൾ ഉത്തമം നാം സ്വയം തിരിച്ചറിഞ്ഞു ചെയ്യുന്ന നന്മകളാണ്. ഇത് നമുക്കേവർക്കും വളരെ നല്ലൊരു പാഠമാണ്. ജീവിതത്തിൽ ശരി തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ശരികൾക്ക് ഊന്നൽ നൽകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സെൽഫ് ഡിസിപ്ലിൻ. അതൊരാളുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായൊരു അവസ്ഥ കൂടിയാണ്. നാട്ടുവട്ടം വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. വാർത്ത കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ 14 മിനിറ്റുള്ള ആര് എന്ന ഹ്രസ്വചിത്രം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടുള്ളവർ അതിൻ്റെ പ്രാധാന്യം മനസ്സിലേക്ക് കാണും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും ഒക്കെ അത് കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ലൈബ്രറികളിൽ, നിങ്ങളുടെ കൂട്ടായ്മകൾ ഒക്കെ അത് കാണിക്കാൻ ഉള്ളൊരു ശ്രമം നിങ്ങൾ നടത്തണം. അതിനെക്കുറിച്ച് നിങ്ങളൊരു ചർച്ച ചെയ്യണം. അത്തരം വിവരങ്ങളൊക്കെ ഞങ്ങളെ കൂടി ഒന്ന് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു. ആര് ഒരിക്കൽ കൂടി കാണാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ മറ്റു 2 ചാനലുകളായ ലൈല അവർ ലവ്, ലൈല അവർ കളേഴ്സ് ഓഫ് ലൈഫ് 2 ചാനലുകളും കാണുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന അഭ്യർത്ഥനയോടെ നാളെ രാത്രി 10-നും 11-നും മധ്യ പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.